ചേർത്തലയിൽ നവജാത ശിശുവിന്റെ അരിങ്കൊല നടത്തിയത് അമ്മ അറിയാതെയെന്ന് തെളിയുന്നു. ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന സുഹൃത്ത് രതീഷിന്റെ മൊഴി നുണയെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി കൈമാറിയെന്ന് അമ്മ ആശ വ്യക്തമാക്കി. കുഞ്ഞിനെ അനാഥാലയത്തിന് നൽകുമെന്ന് രതീഷ് പറഞ്ഞുവെന്നാണ് അമ്മയുടെ മൊഴി. ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിനെ 21കാരി കുഴിച്ചിട്ട സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുൻപാണ് പൂച്ചാക്കലിൽ നിന്ന് അധികം ദൂരമില്ലാത്ത പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയത് നാടിനെ നടുക്കിയത്. ഗർഭിണിയാണെന്ന് മനസ്സിലായതോടെ ആശയും ആൺ സുഹൃത്ത് രതീഷും ചേർന്ന് 4 ആശുപത്രികളിൽ ഗർഭചിത്രം നടത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ വയറ്റിൽ മുഴയാണെന്ന് പറഞ്ഞ് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചു. കഴിഞ്ഞ മാസം 31-നാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ആശ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി ആൺ സുഹൃത്ത് രതീഷിന് കൈമാറി. അന്ന് തന്നെ കുഞ്ഞുമായി വീട്ടിലെത്തിയ രതീഷ് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടി. ആശുപത്രിയിൽ നിന്നും പ്രസവ വിവരമറിഞ്ഞ് വീട്ടിലെത്തിയ ആശാപ്രവർത്തകയോട് ആശ പറഞ്ഞതിങ്ങനെ: അബോർട്ട് ചെയ്യാൻ പോയാണ്, എനിക്ക് കുഞ്ഞല്ല ആവശ്യം, എനിക്കൊരു ജോലിയാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ അബോർട്ട് ചെയ്യാൻ പോയണമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, ചേച്ചി ഞാൻ അബോർട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നാൽ എനിക്ക് ആ സമ്മറി വേണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ സമ്മറി എനിക്ക് കിട്ടണം, എനിക്ക് ഹോസ്പിറ്റലിൽ ഹാജരാക്കേണ്ടതാണ്, എൻ്റെ മേഡത്തിന് എൻ്റെ സിസ്റ്റർമാരെയൊക്കെ എനിക്ക് അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അതൊന്നുമില്ല എൻ്റെ കയ്യിൽ, ഞാൻ അതെല്ലാം കളഞ്ഞു. മാധ്യമങ്ങളിൽ കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെ പ്രതി രതീഷ് കുഞ്ഞിനെ കുഴിയിൽ നിന്നും തിരിച്ചെടുത്ത് ശുചിമുറിയിൽ സൂക്ഷിച്ചു. തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം കത്തിച്ചു കളയാനായിരുന്നു പദ്ധതി. പക്ഷേ അതിനു മുൻപേ തന്നെ അന്വേഷണ സംഘം 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലുള്ള മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് ഇരുവരും പോലീസിന് ആദ്യം മൊഴി നൽകിയത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ ഇത് കളവാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചു. സോഷ്യൽ മീഡിയയിൽ ലീക്കായ സമയത്ത് അവൻ നേരെ വീട്ടിൽ പോയി കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. ആ സമയത്തുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു സെറ്റ് അപ്പ് ബ്ലേസ് ആയിരുന്നു. അതായത് മറ്റേ ബോഡി കത്തിച്ച് കളഞ്ഞ് എവിഡൻസ് കളയാമെന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇൻ ബിറ്റ്വീനാണ് ഈ കോള് പോണതും പിന്നെ ഈ ഡിസ്കഷൻ വരുന്നതൊക്കെ. അപ്പോൾ അവനത് അതിനു മുമ്പ് ബാത്റൂമിൽ ബോഡി എടുത്തു വെച്ചു. കൊല നടത്തിയത് രതീഷ് മാത്രമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രതീഷിനെതിരെ മാത്രമാണ് കൊലപാതക കുറ്റം ചുമത്തിയത്. തെളിവ് നശിപ്പിക്കൽ, മറ്റ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം യുവതിക്കെതിരെ കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു.